സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. സർവകലാശാലകളിൽ നിരന്തരം ചട്ടലംഘനം തുടർക്കഥയാകുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന്റെ അജണ്ടയിലൂന്നിയാണ്. താൽക്കാലിക VC നിയമനത്തിൽ നിരന്തരം കോടതികളിൽ നിന്നും തിരിച്ചടി നേരിടുമ്പോഴും അതേ VCമാരെ ഉപയോഗിച്ച് ചട്ടവിരുദ്ധ ഉത്തരവുകൾ തുടരെ പുറപ്പെടുവിക്കുന്നു വൈസ് ചാൻസലർ. ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന്റെ അവകാശമില്ലെന്ന നോട്ടീസ് VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിൽ മിനി കാപ്പൻ പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോഴും ബാക്കിയാകുന്ന സംശയം, ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ മിനി കാപ്പന് എന്ത് അധികാരം എന്നതാണ്. രജിസ്ട്രാറെ നിയമിക്കേണ്ടത് സിൻഡിക്കേറ്റ് നിയമിച്ച കേരള സർവകലാശാല രജിസ്ട്രാറുടെ പേര് KS അനിൽകുമാർ. തന്റെ ഇംഗിതം അനുസരിക്കുന്ന ആളാകണം രജിസ്ട്രാർ എന്ന് പ്രഖ്യാപിക്കുന്നു VC. സർവകലാശാലകളിൽ കാവ്യവൽക്കരണം തന്നെക്കാൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന ആളാകണം VC എന്ന് ചാൻസലർ. ആകത്തുകയിൽ ശാഖാ നടത്തിപ്പ് പോലെ സർവകലാശാല ഭരണം മാറ്റാനുള്ള സംഘപരിവാർ ശ്രമത്തെ ഒരുമിച്ച് ചേർക്കുന്നു ഒരു നാട്. അതിനിടെ സുപ്രീം കോടതി വിധി അനുസരിച്ച് നിയമനങ്ങൾ നടത്തണമെന്നും തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചാൻസലറോട്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. സർവകലാശാലകളിൽ ഭരണസ്തംഭനമോ ലക്ഷ്യം? ഈ വിഷയത്തിൽ ഇന്ന് അതിഥികളായി ചേരുന്നവർ: ഡോക്ടർ ഷിജു ഖാൻ, CPIM നേതാവും കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗവും; ഗോകുൽ ഗോപിനാഥ്, BJPയിൽ നിന്നും; M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഗോകുൽ ഗോപിനാഥിലേക്ക്. ഗോകുൽ, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ കേസുകളിലും കോടതികളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ആളാണ് ചാൻസലർ. അത് മുൻപത്തതും അതിന്റെ തുടർച്ചയിൽ ഇപ്പോഴത്തേതും. എന്നിട്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പല രീതിയിൽ തുടരുന്നു സർവകലാശാലകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ നോക്കൂ, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങളിൽ സിൻഡിക്കേറ്റിന് ഇടപെടാൻ അധികാരമില്ല എന്നൊരു സർക്കുലർ. ആ സർക്കുലർ ഇറക്കുന്ന മിനി കാപ്പിന്റെ യോഗ്യത അതിലേക്ക് പ്രത്യേകം വരുന്നുണ്ട്. അതിനു മുൻപ് ഇങ്ങനെയൊരു ഉത്തരവ് അത് ഏത് ചട്ടപ്രകാരമാണ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മിനി കാപ്പൻ ഇറക്കുന്നത്? ഇവിടെ കേരള സർവകലാശാലയടക്കം കേരളത്തിലെ 14 സർവകലാശാലകൾക്കകത്തും ഒരു ഇടതുപക്ഷ ഭീകര കേന്ദ്രത്തെ സൃഷ്ടിക്കാനുള്ള വലിയ കൊടില പരിശ്രമം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ആക്രമിക്കാനും സർവകലാശാലകളെ ഇടത് കേന്ദ്രങ്ങളാക്കി മാത്രം നിലനിർത്താനും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന രീതിയിലേക്കുള്ള കാവ്യവൽക്കരണവും സംഘപരിവാരവൽക്കരണവും ഒക്കെ. ഇവിടെ ഒരു രീതിയിലുമുള്ള ഏതെങ്കിലും രാഷ്ട്രീയമോ മതമോ ജാതിയോ പ്രത്യേക നിറമോ സർവകലാശാലകൾക്ക് ആവശ്യമുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടിയും പൊതുസമൂഹവും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മാറി മാറി കേരളത്തിൽ ഏത് സർക്കാരുകൾ അധികാരത്തിൽ വന്നാലും കേരളത്തിലെ സർവകലാശാലകൾക്കകത്ത് ഏറ്റവും വലിയ സംവിധാനമായി ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഇടത് സിൻഡിക്കേറ്റുകൾ നിലനിന്നിടത്ത് ഇവിടെ കേരള സർവകലാശാലയടക്കമുള്ള സർവകലാശാലകൾക്കകത്ത് കേരളത്തിലെ ഗവർണർമാർ കൃത്യമായി എല്ലാ രാഷ്ട്രീയവും എല്ലാ സാമൂഹികവും എല്ലാ തരത്തിലുമുള്ള അക്കാഡമിക് മികവുകൾ പുലർത്തുന്ന ആളുകളെ കൃത്യമായി അവിടുത്തെ സിൻഡിക്കേറ്റുകളിലേക്കും സെനറ്റുകളിലേക്കും നോമിനേറ്റ് ചെയ്യുകയാണ്. ഗവർണർമാർ വിടുന്ന ആൾക്കാരുൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ സംഖ്യയാണ്, ഇവരെല്ലാം RSSകാരാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലകൾക്കകത്ത് ഇടത് സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള സ്പോൺസർഷിപ്പ് സമരങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അല്ല അത് ഞാൻ ഉന്നയിച്ച വിഷയമേ അതല്ല എങ്കിലും ഗോകുൽ പ്രാഥമികമായി ഗോകുലിന്റെ രാഷ്ട്രീയം പറഞ്ഞു. ശരി, അത് സ്വാഗതാർഹം. പക്ഷേ ഗോകുൽ പറഞ്ഞ രീതിയിൽ ഈ ഇടതുപക്ഷത്തെ കുറെ ആളുകൾ ഓടിച്ചെന്ന് അങ്ങോട്ട് സർവകലാശാലയിലേക്ക് കയറി ഞങ്ങളാണ് സിൻഡിക്കേറ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് അവിടെ ഇരിക്കുകയല്ലോ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോകുൽ പറയുന്നത് ശരിയാണ്, കുറെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇവിടെ കുത്തി നിറയ്ക്കുന്നു എന്നുള്ളത്. അതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരാം ഗോകുൽ, അതിലേക്ക് വരാമെന്നേ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ. അപ്പോൾ ഗോകുൽ പറഞ്ഞ രീതിയിൽ അവിടെ നിയമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പൊളിറ്റിക്സ് അതുമല്ല ഇവിടെ ചർച്ച. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏത് നിയമത്തിന്റെയും ഏത് ചട്ടത്തിന്റെയും പിൻബലത്താലാണ് എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും ഒടുവിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന മിനി കാപ്പന്റെ ഉത്തരവ് അത്
സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉത്തരവിറങ്ങുമ്പോൾ അതിനൊരു നിയമത്തിന്റെ പിൻബലം ഉണ്ടാകണമല്ലോ. ഇത് ഏത് നിയമം, ഏത് ചട്ടം? ഇവിടെ കേരള സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളുടെ യൂണിവേഴ്സിറ്റി ആക്ട്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ട് 1974. ഈ ആക്ട് പ്രകാരവും സർവകലാശാലയുടെ ബൈലോ പ്രകാരവും ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ സാഹചര്യം നമുക്കറിയാം. ഇവിടെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഒരു സ്വകാര്യ പരിപാടിക്ക് കൊടുക്കുന്നു. അതിനകത്ത് ക്രമവിരുദ്ധമായിട്ട് ആ ഹാൾ വാടകയ്ക്ക് കൊടുത്ത ആള് തന്നെ ഇടപെടുന്നു. വിഷയം ചർച്ചയിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ ഊന്നി അല്പസമയമെങ്കിലും സംസാരിക്കണം. ഇപ്പോൾ ഗോകുൽ പറഞ്ഞതുപോലെ ഗോകുൽ ഉദ്ധരിച്ച ചട്ടമുണ്ടല്ലോ, നിയമമുണ്ടല്ലോ, ആ നിയമത്തിലെ ഏത് ചട്ടമാണ് ഇപ്പോഴത്തെ ഈ പ്രവൃത്തി? ആ പ്രവൃത്തിയാണ് എന്റെ ചോദ്യം. ഞാൻ 2 തവണ അത് ചോദിച്ചു. അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചട്ടം ഏതാണ്? അതൊന്ന് വിശദീകരിക്കും. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഗോകുലിനോട് ചോദിക്കുന്നു. ഇത് കാണുന്ന പ്രേക്ഷകരും കേരള യൂണിവേഴ്സിറ്റി നിയമമൊന്നും അരച്ചു കലക്കി കുടിച്ചിട്ടല്ലല്ലോ നമ്മുടെ ഈ ചർച്ച കാണുന്നത്. അപ്പൊ അവർക്കും അതറിയാമല്ലോ. പറയൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്കകത്ത് നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി ചട്ടത്തിൽ വിസിക്കും ചാൻസലർക്കും സിൻഡിക്കേറ്റിനുമുള്ള നിയമങ്ങൾ, അവരുടെ എന്താണ് അവർക്കുള്ള സാധ്യതകൾ, അവർക്കുള്ള അധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായമൊന്നുമില്ലല്ലോ. അതിനകത്ത് പറയട്ടെ, എന്താണ് സിൻഡിക്കേറ്റ് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് വി സിയുടെ അധികാരം എന്ന് പറയുന്നുണ്ട്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വി സി പ്രിസൈഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. സിൻഡിക്കേറ്റിന് എന്താ പറയുക, ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പോലും നിയമപരമായി സാധ്യതയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വി സി പ്രിസൈഡ് ചെയ്യുന്ന സിൻഡിക്കേറ്റ് ഇവിടെ ഈ പറയുന്ന താൽക്കാലിക ചുമതല രജിസ്ട്രാർക്ക് കൊടുക്കുന്നു. ഇവിടെ മിനി കാപ്പന് താൽക്കാലിക ചുമതല കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, വൈസ് ചാൻസലർ ആരെ സസ്പെൻഡ് ചെയ്തു? നിലവിലെ KS അനിൽകുമാർ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിന്റെ അധിക ചുമതലയാണ് ഈ പറയുന്ന മിനി കാപ്പന് നൽകുന്നത്. ആ ചുമതല നിർവഹിക്കാൻ അവർക്ക് അധികാരമില്ലേ? ഇവിടെ ആ ചുമതല നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? രജിസ്ട്രാറായി വൈസ് ചാൻസലർക്ക് നിയമിക്കാൻ കഴിയുന്ന ആള് സിൻഡിക്കേറ്റിന് എങ്ങനെയാണ്? സിൻഡിക്കേറ്റ് വേറൊരാളെ വൈസ് ചാൻസലറായിട്ട് ഈ പറയുന്ന രജിസ്ട്രാറായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു അധികാരവുമില്ല. ഈ പറയുന്ന വൈസ് ചാൻസലർ പ്രിസൈഡ് ചെയ്യുന്ന, വൈസ് ചാൻസലർ ഡെലിഗേറ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ സിൻഡിക്കേറ്റ് യോഗം പോലും കൂടാൻ വേണ്ടി കഴിയുള്ളൂ. നിയമിക്കേണ്ടത് ആരാണ്? രജിസ്ട്രാർ നിയമിക്കേണ്ടത് ആരാണ്? സിൻഡിക്കേറ്റ് ആണ്. അതറിയാമല്ലോ. സിൻഡിക്കേറ്റ് എങ്ങനെയാ സിൻഡിക്കേറ്റ് ആവുന്നത്? സിൻഡിക്കേറ്റ് വിസി പ്രിസൈഡ് ചെയ്താൽ മാത്രമേ സിൻഡിക്കേറ്റ് ആവാൻ വേണ്ടി കഴിയൂ. അല്ല സിപിഎമ്മിന്റെ പ്രതിനിധികൾ തീരുമാനമെടുത്ത സിൻഡിക്കേറ്റ് ആവാൻ വേണ്ടി കഴിയോ? ആ വിഷയം അത് ഉയർന്നു വന്ന സമയത്ത് വിശദമായി ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വിസി വൈസ് ചാൻസലർ ആരാണോ അവർ പ്രിസൈഡ് ചെയ്തിരിക്കണം. വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഡെലിഗേറ്റ് ചെയ്യണം മറ്റൊരാളെ. ഇവിടെ നടന്നിട്ടില്ലല്ലോ. നോക്കൂ ഗോകുൽ, അസ്വസ്ഥനാകല്ലേ. ഇപ്പോൾ ഗോകുൽ പറഞ്ഞ വിഷയമുണ്ടല്ലോ, അത് ആ വിഷയം ഉയർന്നു വന്ന സമയത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഭാഗമായി സ്വാഭാവികമായും അത് പറയാതെ നമുക്ക് ചർച്ച പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിലേക്ക് വരികയും ചെയ്യും. ഇപ്പോഴും ഗോകുൽ പറയുന്നത് സർവകലാശാല ചട്ടത്തിൽ, നിയമത്തിൽ ശരിയാണ് ഗോകുൽ പറഞ്ഞതുപോലെ വി സിയുടെയും സിൻഡിക്കേറ്റിന്റെയും ഒക്കെ അധികാരങ്ങൾ അത് എവിടെ വരെയാണ് എന്നുള്ളതും എന്തൊക്കെയാണ് എന്നുള്ളതും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോകുൽ BJPയുടെ പ്രതിനിധിയായി ചർച്ചയ്ക്ക് വരികയാണല്ലോ. സ്വാഭാവികമായും ഇവിടെ വന്നിരുന്നിട്ട് അത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറയുന്നതല്ലല്ലോ അതിന്റെ ഉത്തരം. അപ്പോൾ ഗോകുൽ പിന്തുണയ്ക്കുന്ന വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാർ, അപ്പോൾ അവർ ഒരു ഉത്തരവിറക്കുമ്പോൾ ആ ഉത്തരവിന് കുറഞ്ഞ പക്ഷം ഒരു ചട്ടത്തിന്റെ ആധികാരികത ഉണ്ട് എന്ന് BJP പ്രതിനിധിക്കെങ്കിലും ഉറപ്പുണ്ടാകണമല്ലോ. അതുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആ ചട്ടത്തെ കോട്ട് ചെയ്യാൻ സാധിക്കണം. അതിന് സാധിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ വൈസ് ചാൻസലറുടെ നിങ്ങൾ ഈ കോട്ട് എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നതിൽ എനിക്കിപ്പോൾ ഒരു അജ്ഞതയുണ്ട്. ഇപ്പോൾ നോക്കി പറയാം. പക്ഷേ ഇല്ല, പറയട്ടെ, ഈ വൈസ് ചാൻസലർക്കും ഈ ചാൻസലർക്കും ഈ പറയുന്ന അധികാരം ഇല്ല എന്ന അഭിപ്രായം നിങ്ങൾക്കില്ലല്ലോ. അതിന്റെ സെക്ഷനല്ലേ നിങ്ങൾ ബുദ്ധിമുട്ട്. അത് ഞാൻ നോക്കി പറയാം. അത് നോക്കി പറയാം. അധികാരത്തിൽ വ്യത്യാസം അഭിപ്രായമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗോകുൽ അത് നോക്കൂ. അപ്പോൾ ഷിജു ഖാൻ, സ്വാഭാവികമായും BJP പ്രതിനിധിക്ക് ആദ്യഘട്ടത്തിൽ ആ ചട്ടം ഉദ്ധരിക്കാൻ സാധിക്കാത്തത് അങ്ങനെ ഒരു ചട്ടം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ എന്റെ ചോദ്യം ഡയറക്റ്റായിട്ട് ഞാൻ താങ്കളിലേക്ക് വരുന്നു. സർവകലാശാലകളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലേ? ആ അധികാരം ഇങ്ങനെ ഇതാണ് രജിസ്ട്രാർ എന്ന് VC പറയുന്ന ഒരാൾക്ക് ഒരു ഉത്തരവായി ഇറക്കാൻ സാധിക്കുന്നതാണോ? ഇതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിൽ തന്നെ കൃത്യമായിട്ടും രജിസ്ട്രാറെ നിയമിക്കേണ്ടത് ആരാണ് എന്ന് 12ാം വകുപ്പിൽ കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. ദ രജിസ്ട്രാർ ഷാൾ ബി എ ഹോൾ ടൈം സാലറിഡ് ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് എന്ന് കൃത്യമായിട്ടും
സർവകലാശാല ആക്റ്റിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലും ഈ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറുടെ അപ്പോയിൻമെൻറ്റ് നടക്കേണ്ടത് എന്നും കൃത്യമായും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. ഞാൻ ആ പോയിന്റിലേക്ക് ഇനി പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് 10-ാം വകുപ്പ് 13-ാം ഉപവകുപ്പിൽ 1013 എന്ന വകുപ്പ് പ്രകാരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശമില്ല. എന്നാൽ 1014 എന്ന് പറയുന്ന വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളവരെ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട്. പക്ഷേ 1013 ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ വിനിയോഗിച്ച് അത് സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം തേടണം എന്ന നിയമത്തിലെ ഭാഗത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ തൊട്ടടുത്ത സിൻഡിക്കേറ്റ് സെഷനിൽ ഇത് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടും ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ പ്രൊഫസർ അനിൽകുമാർ നിയമിതനാവുകയും തിരികെ പ്രവേശിക്കുകയും അദ്ദേഹം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ തൻ്റെ വാദം അവതരിപ്പിക്കുകയും താൻ കൊടുത്ത ഹർജി പിൻവലിക്കുകയും ചെയ്തു. ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോഴത്തെ സന്ദർഭം എന്താണ്? യൂണിവേഴ്സിറ്റിയിൽ ഒരു രജിസ്ട്രാറാണുള്ളത്, നിയമപരമായി രജിസ്ട്രാറാണുള്ളത് പ്രൊഫസർ അനിൽകുമാറാണ്. അങ്ങനെ അനിൽകുമാർ രജിസ്ട്രാറായിരിക്കെ ഏതെങ്കിലും ഒരു അതോറിറ്റിയോ കോടതിയോ ഈ പ്രൊഫസർ അനിൽകുമാറിൻ്റെ നിയമനത്തെ റദ്ദാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ എങ്ങനെയാണ് വൈസ് ചാൻസലർക്ക്, വൈസ് ചാൻസലർ എന്ന് പോലും അസിത പറയാൻ കഴിയില്ല, അതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ്. പ്രൊഫസർ ഡോക്ടർ മോഹനൻകുന്നുമേൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പെർമനൻ്റ് വൈസ് ചാൻസലർ അല്ല. അദ്ദേഹം താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അദ്ദേഹം മറ്റൊരു വ്യക്തിയെ, നിങ്ങളിവിടെ പരാമർശിച്ച ഒരു വ്യക്തിയെ രജിസ്ട്രാറായിട്ട് കൽപ്പിച്ച് സങ്കല്പിച്ച് പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തുകയാണ്. അതൊരു അവിടുത്തെ പ്ലാനിംഗ് വിഭാഗത്തിലെ ഒരു ഓഫീസറാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വൈസ് ചാൻസലർ നിയോഗിച്ചിട്ടുള്ള രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ സ്വമേധയാ പ്രവർത്തിക്കുകയാണ്. ഒരു നിയമവും ആ വ്യക്തിയെ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി നിയമിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിയുടെ ഒരു അതോറിറ്റിയും സിൻഡിക്കേറ്റും അങ്ങനെ ഒരു താൽക്കാലിക രജിസ്ട്രാർ നിയമനം നടത്തിയിട്ടില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് സർവകലാശാല നിയമത്തിലെ സർവകലാശാല ചട്ടത്തിലെ ഓരോ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന അപ്പോയിൻമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് വൈസ് ചാൻസലർ തള്ളിക്കയറുകയാണ്. അദ്ദേഹത്തിന് അധികാരമില്ല. അങ്ങനെ തള്ളിക്കയറി ഒരു അധികാര ദുർവിനിയോഗമാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു വൈസ് ചാൻസലറുടെ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നയാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു വ്യക്തി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. ആ ഉത്തരവ് വായിച്ചാൽ വാസ്തവത്തിൽ ഇത് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. സമ്പൂർണമായും നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവർ എഴുതിയിരിക്കുകയാണ്. അല്ല ഷിജു ഖാൻ, അതിൽ രണ്ട് സംശയമാണ്. ഒന്ന്, അത് നിയമവിരുദ്ധം എന്ന് നിങ്ങൾ പറയുന്നത് ഈ നിലയിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ അത് KS അനിൽകുമാർ ആണ്. അപ്പോൾ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ, അത് ഏതോ ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, അങ്ങനെ ഏതോ ഒരാൾ പുറപ്പെടുവിച്ച ഉത്തരവാണ്, അതുകൊണ്ട് അതിന് സാധുതയില്ല എന്നർത്ഥത്തിലാണോ? അതോ സിൻഡിക്കേറ്റിനെതിരെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ല, അത് ആ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ് എന്നർത്ഥത്തിലാണോ? അതായത് നമ്മളിപ്പോൾ ഈ സിൻഡിക്കേറ്റിലേക്ക് വരുന്നവർ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരൊക്കെ എല്ലാ കാലത്തും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വരാറുണ്ട്. അപ്പോൾ അതിൽ ഇടതുപക്ഷ അനുഭാവ നിലപാട് ഉയർത്തുന്നവരും UDFൻ്റെ അനുഭാവ നിലപാട് ഉയർത്തുന്നവരും ഇപ്പോൾ ഗവർണർ നിയോഗിച്ച് BJPയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും അതിൽ വരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി അക്കാഡമിക് രംഗത്തെ അനുഭവങ്ങളും സംഭാവനകളും ഒക്കെ പരിഗണിച്ചാണ് സിൻഡിക്കേറ്റിൻ്റെ നിയമനം നടത്തുന്നത്. അപ്പോൾ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റി അല്ല, വൈസ് ചാൻസലറുടെ കീഴിലല്ല. വൈസ് ചാൻസലർ ആ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്, വൺ ഓഫ് ദി മെമ്പർ, അദ്ദേഹം ആ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്. എന്നാൽ സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? ചെയർ ചെയ്യുന്നയാൾ, ഇപ്പോൾ വൈസ് ചാൻസലറാണ് ചെയർ ചെയ്യുന്നത്, നമുക്കറിയാം സിൻഡിക്കേറ്റ് ചെയർ ചെയ്യേണ്ടത് വൈസ് ചാൻസലറാണ്, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷേ വൈസ് ചാൻസലർ
ഒരു ചെയർ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ അത് പിരിച്ചുവിടാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല, ഇറങ്ങിപ്പോകാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല. ഇവിടെ സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലറാണ് ചെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് സ്റ്റാറ്റ്യൂട്ടും കൃത്യമായി പറയുന്നു, ഇൻ ദ ആബ്സെൻസ് ഓഫ് വൈസ് ചാൻസലർ എന്ത് ചെയ്യണം? പ്രോ വൈസ് ചാൻസലർ ചെയർ ചെയ്യണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോ വൈസ് ചാൻസലർ ആര് ചെയർ ചെയ്യണം? യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്ന ഒരാൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് സിൻഡിക്കേറ്റ് ചെയർ ചെയ്യും. BJP പ്രതിനിധിയുടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ നിൽക്കുകയാണ്. വൈസ് ചാൻസലർ ചെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ അഭാവത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോയാൽ സ്വാഭാവികമായും മുമ്പും UDFന്റെ കാലഘട്ടത്തിലും അങ്ങനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയർ ചെയ്തുകൊണ്ട് യോഗം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഹോളി പൊസിഷനാണ് വൈസ് ചാൻസലർ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ പ്ലാനിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ മാത്രമായ മിനി ഡിജോ കാപ്പന് ഒരു അധികാരവും ഇല്ല. അവരൊരു പ്ലാനിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ മാത്രമാണ്. സിൻഡിക്കേറ്റാണ് ഉന്നത ഉദ്യോഗങ്ങളിലെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. ആ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റ്, അതായത് ഈ പ്ലാനിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൗതുകകരവും വിചിത്രവും ഭ്രാന്തമായിട്ടുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുകയാണ്. അതായത് അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത പദവികളുടെ മുഴുവൻ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ, യൂണിവേഴ്സിറ്റി നിയമപ്രകാരം നയപരമായ തീരുമാനമെടുക്കേണ്ട അപ്പെക്സ് ബോഡിയായ, യൂണിവേഴ്സിറ്റിയിലെ ചെറുതും വലുതുമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരപ്പെട്ട സഭയായ സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്നും സിൻഡിക്കേറ്റ് മെമ്പർമാരെ അവഹേളിച്ചുകൊണ്ടും ഈ ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യബോധമുള്ളവർക്ക് സാധ്യമല്ല. പക്ഷേ ആ സാമാന്യബോധമില്ലെങ്കിൽ സംഘപരിവാറും RSSും എഴുതി കൊടുക്കുന്ന തെട്ടൂരം നടപ്പിലാക്കുന്നു. ഒന്നുകിൽ സാമാന്യബോധമില്ലാതെ ഇറക്കിയിരിക്കണം, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ബോധ നിലവാരത്തിലേക്ക് ഇത്തരം ആളുകൾ അധപതിച്ചിരിക്കും. അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ ഞാനിപ്പോഴും ഊന്നി പറയാം, UDFന്റെ ഭാഗമായിട്ടുള്ളവർ സിൻഡിക്കേറ്റിലുണ്ട്, BJP അനുഭാവികൾ സിൻഡിക്കേറ്റിലുണ്ട്. സിൻഡിക്കേറ്റിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിലല്ല ഈ ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും വിശദീകരിക്കുന്നത്. പവേഴ്സ് ഓഫ് സിൻഡിക്കേറ്റ് കൃത്യമായും ഈ അധികാരം എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. പിന്നെ അതോടൊപ്പം പ്രൊഫസർ അനിൽകുമാറിൻ്റെ കാറിൻ്റെ താക്കോൽ പിടിച്ചെടുക്കണം, സീല് പിടിച്ചെടുക്കണം, പ്രോപ്പർട്ടികൾ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ചില പ്ലാനിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥകൾ ഓർഡർ ഇറക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അധികാരി സിൻഡിക്കേറ്റാണ്. ഞാനൊരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർ പറയുന്നു മുറി പൂട്ടാൻ ഉള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നു രജിസ്ട്രാറെ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് തീരുമാനമെടുക്കണം. ഇതെല്ലാം മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അധികാരം, നിയന്ത്രണം, റെസ്ട്രിക്ഷൻ, അതിൻ്റെ കൈകാര്യം ചെയ്യലെല്ലാം സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ട, അതാണ് ഞാൻ പറഞ്ഞത്, സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിലെ നയപരമായ തീരുമാനങ്ങളുടെ സഭയാണ്. ആ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയെ അവഹേളിക്കുകയാണ്. ഇത് മിനി ഡിജോ കാപ്പൻ എന്ന വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം നമ്മൾ എടുക്കണ്ട, ഇത് RSSന്റെ തീരുമാനമാണ്. അതാണ് മോഹനൻ കുന്നുമേൽ നടപ്പാക്കുന്നത്. അതിൻ്റെ ആയുധങ്ങളായി യൂണിവേഴ്സിറ്റിയിലെ ചില ഉദ്യോഗസ്ഥർ മാറി എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് ബിൽഡിംഗ് ആൻഡ് എക്വിപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിൽ കൂടി ഞാൻ പറയാം, ഇപ്പോൾ എല്ലാ അതിർത്തികളും ഇത്തരം ചില ആളുകൾ ലംഘിച്ചിരിക്കുകയാണ്. ഇത് ഡിസിപ്ലിനറി അതോറിറ്റിയായ സിൻഡിക്കേറ്റിനെ, അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റിനെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായ സർവീസ് നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടേണ്ടി വരും. 2018 സുപ്രധാനമായ കോടതി വിധിയുണ്ട്, ഹൈക്കോടതിയുടെ ബഹുമാന്യായ ജഡ്ജിമാർ പുറപ്പെടുവിച്ച വിധി. സിൻഡിക്കേറ്റിൻ്റെ ഡിസിഷനെ ഓവർ റൂൾ ചെയ്യാൻ വൈസ് ചാൻസലർക്ക് പവർ ഇല്ല. വൈസ് ചാൻസലർക്ക് പോലും സിൻഡിക്കേറ്റിൻ്റെ പവറിനെ ഓവർ റൂൾ ചെയ്യാൻ അധികാരമില്ല. പിന്നെയാണോ പ്ലാനിംഗ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥ ഇറക്കിയിട്ടുള്ള ഉത്തരവ്? എന്തുത്തരവ് ഇത്? ഇതിന് കാലണയുടെ വിലയുണ്ടോ ഈ ഉത്തരവിന്? ഇതെല്ലാം എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഇറക്കിയിരിക്കുന്ന, ഇവിടെ RSSും സംഘപരിവാറും ശശികുമാറും തിരുവനന്തപുരത്തെ കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യത്തിൻ്റെ ഏജന്റായ RS ശശികുമാറും എഴുതി വിടുന്നത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇറക്കുകയാണ്. അപ്പോൾ ഇറക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത്, ഈ ഇറക്കുന്നതിൻ്റെ മേലെല്ലാം തങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ നിയമവും ചട്ടവും ഒക്കെ ഇരിക്കുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിവെച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കുന്നില്ല. സർവീസ് ചട്ടങ്ങളുടെ നഗ്നമായ വയലേഷൻ നടന്നിരിക്കുകയാണ്. ഗൗരവതരമായ പരിശോധന ഇത്തരം നടപടികൾക്ക് മേലുണ്ടാവും.
ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ എം ജയചന്ദ്രൻ, ഈ ആക്ടിലേക്കും സ്റ്റാറ്റ്യൂട്ടിലേക്കൊക്കെ പോയി ഈ വിഷയത്തെ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഇതൊരു സങ്കീർണമായ വിഷയമെന്നൊരു പ്രതീതി സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നോക്കൂ, ഈ വിഷയം എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടതെന്ന ചോദ്യം കാലാകാലങ്ങളായി നമ്മുടെ സർവകലാശാലകളിൽ നിന്നും ഉയരുകയാണ്. ആത്യന്തികമായി സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിലേക്ക് സർവകലാശാലകളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം. ആ നിലയിൽ സമൂഹം ഒന്നാകെ ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളും ആ ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, BJPയുടെ പ്രതിനിധി ഇടതുപക്ഷത്തിന്റെ ഭീകര കേന്ദ്രമായി സർവകലാശാലകളെ മാറ്റുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതെ അസിത, ഇതൊരു വലിയൊരു, ഞാൻ പറയുക അതൊരു ഗ്രാൻഡ് ഡിസൈൻ തന്നെയാണെന്ന് പറയും ഈ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്, സെനറ്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുസമൂഹം കാണുന്ന അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു പവിത്രതയുണ്ട്. ആ പവിത്രതയെ അപ്പാടെ റദ്ദ് ചെയ്യുക എന്നുള്ള ബോധപൂർവമായ നടപടിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. നാളെ ഹൈക്കോടതിയിൽ ഈ കേസ് വരികയാണ്. ഈ അനിൽകുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറെ തിരിച്ച് അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് സിൻഡിക്കേറ്റ് യോഗമാണ്. അതിനുശേഷം പിന്നീട് കുറേ നടപടിക്രമങ്ങൾ നടന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ആ വിഷയം നാളെ എടുക്കുകയാണ് ഹൈക്കോടതി. അപ്പോഴാണ് നോക്കൂ, ഇന്നലെ ശനിയാഴ്ച അവിടെ ഈ അഡ്മിഷൻ്റെ ഒരു സർവൈലൻസ്, മറ്റേ മോണിറ്ററിംഗ് കമ്മിറ്റി അഡ്മിഷൻ്റെ കൂടുന്നു. ഒപ്പം മറ്റ് ചില കമ്മിറ്റികളും കൂടെ സിൻഡിക്കേറ്റ്, ഇപ്പോൾ ഈ നമ്മുടെ ഈ പാനലിലുള്ള ഡോക്ടർ ഷിജു ഖാൻ അടക്കമുള്ളവരാണ് ആ കമ്മിറ്റിയിലുള്ളത്. അവിടേക്കാണ് അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ നേതാവായ അനൂപിൻ്റെ നേതൃത്വത്തിൽ 10-25 പേര് ഇരച്ച് കയറുന്നത്. ഇവരിരിക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ച് കയറിയിട്ടാണ് ആ മിനിറ്റ്സ് അടക്കം വലിച്ചു കീറുകയാണ്. എന്നിട്ട് പിന്നീട് കേസ് പോകുന്നു. ആരാണ് കേസ് കൊടുക്കുന്നത്? മിനി ഡിജോ കാപ്പനാണ് കേസ് കൊടുക്കുന്നത്. അവരെ കയ്യേറ്റം ചെയ്തു. ആരെ? ഷിജു ഖാനും, സിൻഡിക്കേറ്റ് മെമ്പറായ ഷിജു ഖാൻ, സിൻഡിക്കേറ്റ് മെമ്പറായ മുരളി തുടങ്ങിയവർ ചേർന്ന് അവരെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞാണ് കേസ് കൊടുക്കുന്നത്. ഇവരുടെ ഈ പറയുന്ന മിനി ഡിജോ കാപ്പൻ്റെ അടക്കം അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയാണ് ഈ സിൻഡിക്കേറ്റ് എന്ന് ഓർക്കണം. ആ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്കെതിരെ ഒരു കേട്ടുകേഴ്വിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തമായ ഒരു തെളിവുകളുമില്ലാതെ അതിലേക്ക് ചാടി പ്രവേശിച്ച് കേസ് കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. എന്തിനാണ് അങ്ങനെ കേസ് കൊടുക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ കുഴപ്പത്തിൽ ചാടാൻ പോകുന്ന, ഒരു സംശയമില്ലാതെ ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്, ഏറ്റവും വലിയ കുഴപ്പത്തിൽ ചാടാൻ പോകുന്നത്, BJPക്കാർ ചാടിക്കാൻ പോകുന്നത് ഈ മിനി ഡിജോ കാപ്പനെയാണ്. കാര്യം അവർക്കില്ലാത്ത അധികാരങ്ങൾ ഇവരുടെയൊക്കെ പ്രേരണയാൽ അവർ അങ്ങ് ചെയ്തു കൂട്ടുകയാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥ ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ അത് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരേത് പ്ലാനിങ് ആൻഡ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റിലടക്കം അവരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നു. അതൊക്കെ നാളെ ചർച്ച ചെയ്യപ്പെടുമായിരിക്കാം. ഏതായാലും ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ആ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിക്ക്, ആ മന്യമഹതിക്ക് ഒരധികാരവുമില്ല ചെയ്ത ഒരു കാര്യങ്ങൾക്കും. ചെയ്ത ഓൺ ബിഹാഫ് ഓഫ് VC ആണ്. VCക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. VC ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? VC ചെയ്യുന്നത് ചാൻസലർക്ക് വേണ്ടിയാണ്. ചാൻസലർ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അതാണ് ഷിജു ഖാൻ പറഞ്ഞത് RSSൻ്റെ അജണ്ട എന്ന് പറഞ്ഞത്. ഈ RSSൻ്റെ അജണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എവിടെ, ആസൂത്രണം എവിടെയെന്ന് അറിയാമോ? MLA ഹോസ്റ്റലിൽ. അദ്ദേഹം പേര് പറഞ്ഞല്ലോ, ശശികുമാറിൻ്റെ. MLA ഹോസ്റ്റലാണ് ശശികുമാർ ഇന്നലെ ഇരുന്നത്. അവിടെ ഇരുന്നാണ് ആസൂത്രണം നടത്തുന്നത്. എന്നിട്ടാണ് എക്സിക്യൂഷൻ. അങ്ങനെയാണ് അവർ തള്ളിക്കയറി മിനിറ്റ്സ് വരെ വലിച്ചു കീറുന്നത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തെങ്കിലും കുലുക്കമുണ്ടോ VCക്ക്? നാളെ ഹൈക്കോടതിയിൽ കേസ് വരാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാണുന്ന നടപടികളെല്ലാം ഉണ്ടാകുന്നത്. ഹൈക്കോടതിയിൽ ഇവരുടെ കേസ് നിലനിൽക്കില്ല എന്ന് അത് അവർക്ക് കൃത്യമായിട്ടറിയാം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത്. ആരാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി? അത് സിൻഡിക്കേറ്റാണ്, അല്ലെങ്കിൽ സെനറ്റാണ്. ഇതാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അവിടെ VCയുടെ ഒരു ആപ്ലിക്കേഷൻ പോലും ഇല്ല എന്നുള്ള കാര്യം ഷിജു ഖാൻ വ്യക്തമായിട്ട് പറയുമല്ലോ. അദ്ദേഹത്തിന് അടുത്ത ഘട്ടത്തിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കണം നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ എന്ന് VCയുടെ വക്കീലിനോട് പറഞ്ഞത് ഹൈക്കോടതിയാണ്. അത് ചെയ്യണമെങ്കിൽ VC എന്ത് ചെയ്യണം? ഈ സാധാരണ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടണം.
60 ദിവസങ്ങളുടെ 2 സിൻഡിക്കേറ്റ് യോഗങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് 60 ദിവസമാണ്. അസാധാരണമായ നടപടികൾക്ക് സിൻഡിക്കേറ്റ് യോഗം കൂടാം. പക്ഷേ സാധാരണ നടപടിക്രമങ്ങൾ 100ഉം 150ഉം 300ഉം ചിലപ്പോൾ 500 വരെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വരാറുണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്. അതൊക്കെ സാധാരണഗതിയിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നില്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ. അതിനുള്ള സാവകാശവും ഉത്തരവാദിത്വവും കാണിക്കുന്നയാളല്ല തലപ്പത്തിരിക്കുന്ന താൽക്കാലിക VC. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു അനാർക്കി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ അനാർക്കി ഉണ്ടാക്കുന്ന എന്തിനാണ്? അത് അദ്ദേഹം പറഞ്ഞതുപോലെ, ഡോക്ടർ ഷെജു ഖാൻ പറഞ്ഞതുപോലെ, ഈ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന RSSനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റി തീർക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ലക്ഷ്യം. ആ ലക്ഷ്യം പക്ഷേ തകർത്തത് ആരാണ്? SFIക്കാരും CPMകാരും LDFകാരും ഇറങ്ങിയിട്ടല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആ ലക്ഷ്യം തകർത്തതെന്നുള്ളത് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്കൊരു അഭിപ്രായപ്പെടാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ആദ്യം താങ്കൾ പറഞ്ഞത് ഇടത് ഭീകര കേന്ദ്രമാണ് എന്നാണ് പറഞ്ഞത്. ഇടത് ഭീകര കേന്ദ്രമാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഭീകരകേന്ദ്രങ്ങളെല്ലാം വെച്ച് പൊറിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഹൈക്കോടതി എന്നുള്ളതും കൂടെ താങ്കൾ അംഗീകരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ഞാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല, താനൊട്ടും ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡോക്ടർ ഷെജു ഖാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമല്ല അവിടെ പ്രശ്നം. നമുക്ക് അക്കാദമിക്സ് മാത്രം പറയാമെന്ന് ഇതിൻ്റെ അകത്ത്, പിന്നെ കോടതിയുടെ കാര്യങ്ങളും പറയാം. അത് പറഞ്ഞാൽ മതിയല്ലോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് അതിൻ്റെ ബെയർ ഫാക്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അത് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഇന്നലത്തെ അടക്കമുള്ള ഈ പറയുന്ന അട്രോസിറ്റി തന്നെ പറയാം കേട്ടോ, അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. നാളെ ഹൈക്കോടതി വരുന്നുണ്ടല്ലോ കേസ്, നാളെ എടുക്കുന്നുണ്ടല്ലോ ഹൈക്കോടതി. ബാക്കി കാര്യങ്ങൾ നാളെ കോടതി കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ പൗരബോധം ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന കോടതികളാണല്ലോ ഇത്തരം കേസുകൾ വരുമ്പോൾ. നാളെ തുടർന്നും അതുണ്ടാവുക തന്നെ ചെയ്യും. ശരി, അതാണ് ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അസുഖ എനിക്ക് പറയാം. ശരി ഗോകുൽ ഗോപിനാഥ്, ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉത്തരവുകൾ ഇറക്കാൻ മിനി കാപ്പൻ എന്ത് അധികാരം, അതിലേക്ക് വിശദമായി വരാമെന്ന്. അപ്പോൾ നോക്കൂ, അതിലേക്ക് തന്നെ വരാം നമുക്ക്. ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോൾ ഗോകുൽ തന്നെ പറഞ്ഞു രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് എന്നുള്ളത് ഗോകുൽ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ എന്നുള്ളത് അനിൽകുമാറാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണല്ലോ VC അനിൽകുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നത്. പിന്നീട് ഉണ്ടായ കാര്യങ്ങൾ എന്താണ്? അനിൽകുമാർ കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷം അനിൽകുമാർ ആ ഹർജി പിൻവലിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ്? അനിൽകുമാറിനെ നിയമിച്ച സിൻഡിക്കേറ്റ് തന്നെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ അനിൽകുമാർ ആണ് എന്ന് ഉറപ്പിക്കുന്നതോടെ പിന്നീട് ആ ഹർജിക്ക് തന്നെ സാധുതയില്ലല്ലോ. ഞാൻ രജിസ്ട്രാർ അല്ല, എനിക്കെതിരെ നടപടി ഉണ്ടായി എന്നുള്ള ഹർജിക്ക് തന്നെ സാധുതയില്ല. അദ്ദേഹം അത് പിൻവലിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കോടതി VCയോട് പറയുന്നത് എന്താണ്? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാമെന്ന്. അതിനുശേഷം ഇന്നുവരെ VC അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിച്ചതായി നമ്മുടെ അറിവിലില്ല. അതായത് അനിൽകുമാർ ആണ് രജിസ്ട്രാർ എന്നുള്ളത് ആ കോടതി നടപടികളിലൂടെ VCയും അംഗീകരിക്കുന്നു. അതാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിച്ചേനെയായിരുന്നു. അപ്പോൾ അത് ഉണ്ടായില്ല. പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഒരു പാരലൽ സംവിധാനം എന്ന നിലയിൽ ഈ നിലയിൽ മിനി കാപ്പിനെ നിയോഗിക്കുന്നു. അവരിലൂടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? ഇവിടെ നിങ്ങൾ ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന പോലെ ചോദിച്ചു. അതിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി ആക്ടിൽ സെക്ഷൻ 1013 കൃത്യമായിട്ട് വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ എങ്ങനെ ഇടപെടാൻ കഴിയും, അവരെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുമോ, എന്താണ് അതിൻ്റെ മാനദണ്ഡം, ഏത് ഘട്ടത്തിലാണ്, എന്ത് സാഹചര്യത്തിലാണ് എന്നൊക്കെ കൃത്യമായി അതിൽ പറയുന്നുണ്ട്. 2 സിൻഡിക്കേറ്റിലെ വൈസ് ചാൻസലറുടെ അധികാരം എന്താണെന്നുള്ളത് സെക്ഷൻ 19 പറയുന്നുണ്ട്. നമുക്കത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ CPMന്റെ പ്രതിനിധി പറയുന്നു ഇവിടെ കാവ്യവൽക്കരണം നടക്കുന്നു, വൈസ് ചാൻസലർമാരായിട്ട് RSSകാരെ നിയമിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഈ അടുത്ത കാലത്താണല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള രാജേഷ് മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ 2 വൈസ് ചാൻസലർമാരെ ഷോൾ അണിയിച്ച് ഹസ്തദാനം കൊടുത്ത് പൂച്ചെണ്ട് കൊടുത്ത് കേരളത്തിലെ ചാൻസലർ നിയമിച്ചപ്പോൾ, ഗവർണർ നിയമിച്ചപ്പോൾ നിങ്ങൾ അവരെ വരവേറ്റത് ആരൊക്കെയാ? കുഫോസിൻ്റെ വൈസ് ചാൻസലറായിട്ട് ബിജുകുമാർ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ഭാഗമായിട്ട് CR പ്രസാദ്, ഇവരൊക്കെ ആരായിരുന്നു? ഇവർ കുട്ടയുടെ കേരള യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കന്മാരല്ലേ?
അപ്പോൾ ഇടത് നേതാക്കന്മാരെ, ഇടത് അധ്യാപക നേതാക്കന്മാരെ നിയമിക്കുമ്പോൾ നിങ്ങൾക്ക് പൂച്ചുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടുള്ള രവീന്ദ്രൻ കോൺഗ്രസിന്റെ നേതാവല്ലേ? ഗുസാൽ സർവകലാശാലയുടെ VC ആയിട്ടുള്ള ജുനൈദ് ബുഷിരി കോൺഗ്രസിന്റെ നേതാവല്ലേ? ഈ പറയുന്ന കണ്ണൂർ സർവകലാശാലയുടെ VC നിങ്ങളുടെ ഇടത് അധ്യാപക സംഘടന നേതാവല്ലേ സാജു? അതുപോലെ നിങ്ങൾ ഇടത് നേതാക്കന്മാരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ഞാൻ പൂർത്തീകരിച്ചിട്ട് മോഹൻ കുന്നുമേല് തോമസ് സംഖ്യയാണ്. പക്ഷേ നിങ്ങളുടെ ഇടത് സംഘടനാ നേതാക്കന്മാരെ അധ്യാപകരെ നിയമിക്കുമ്പോൾ നിങ്ങൾക്ക് പൂച്ചെണ്ടും ഹസ്തദാനവും ഹാരവുമാണ്. അവിടെയാണ് പ്രശ്നം. മോഹനൻ കുന്നുമേലിനെ നിയമിച്ചത് അദ്ദേഹം സംഖ്യ ആയതുകൊണ്ട് നിയമിക്കരുതെന്നല്ല ഇവിടെ ആരും പറഞ്ഞത്. സുഹൃത്തെ, ഒരു താൽക്കാലിക പറയൂ, കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC ആണല്ലോ. താൽക്കാലിക VC എന്ന നിലയിൽ അല്ല അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സുഹൃത്തെ ഇവിടെ കേരള സർവകലാശാലയുടെ അവിടെ സംഖ്യയാണ് RSS ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോലാഹലം നടത്തുന്നുണ്ടോ? ഉറപ്പല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് പറയൂ സുഹൃത്തെ. താങ്കൾ തന്നെ പറഞ്ഞു മോഹനൻ കുന്നുമേലിനെതിരെ മറ്റ് സർവകലാശാലകളിൽ പ്രതിഷേധം ഉണ്ടാകുന്നില്ല, കേരളയിൽ ഉണ്ടായി എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നത് കൂടി പറയൂ ഗോകുൽ. അതായത് താൽക്കാലിക VC നിയമനത്തിന്റെ പരമാവധി കാലയളവ് എത്രയാണ് അത് പറയൂ. അത് ലംഘിച്ചത് കൊണ്ടാണ് മോഹനൻ കുന്നുമേലിനെതിരെ നിരന്തരം പ്രതിഷേധം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് താങ്കൾ സംസാരിക്കുമോ? താങ്കളുടെ വാദം ശരിയാണെങ്കിൽ മോഹനൻ കുന്നുമേൽ ഇരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും SFIയുടെയും ഇടത് സംഘടനകളുടെയും പ്രതിഷേധം ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല. പകരം കേരള സർവകലാശാലയിൽ ഉണ്ടായത് ആ നിയമനത്തിൽ ചട്ടലംഘനമുണ്ട് എന്നത് കണ്ടാണ്. 6 മാസമാണ് താൽക്കാലിക VCയുടെ കാലാവധി എന്നത് ആ മെനങ്ങാന്ന് കൂടി സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ടോ ചാൻസലർ? ഇവിടെ മോഹൻ കുന്നുമേൽ താൽക്കാലിക VC ആയി വന്ന ദിവസം മുതൽ ഇവിടെ നിയമ വ്യവഹാരങ്ങളും കോടതി കയറ്റമാണല്ലോ കേരള സർവകലാശാല നടക്കുന്നത്. അപ്പൊ കോടതി തീരുമാനിച്ച് വരട്ടെ എത്ര കാലം ഇരിക്കാൻ കഴിയും. മോഹൻ കുന്നുമേലാണോ അത് കോടതി തീരുമാനിക്കട്ടെ. നിങ്ങൾ കോടതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് ബഹുമാനായിട്ടുള്ള മുൻ MG സർവകലാശാലയുടെ വൈസ് ചാൻസലറും CPM-ന്റെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും ഒക്കെ വലിയ എന്താ അക്കാഡമിഷ്യനുമായിരുന്ന രാജൻ ഗുരുക്കൾ സാറ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെയും ഈ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ അത് വായിക്കാം, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട. കേരള സർവകലാശാല നിയമങ്ങൾ എന്താണെന്നറിയാത്ത വിവരം കെട്ട അജ്ഞാനികളുടെ കൂട്ടമായി നിലവിലെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മാറിയെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന MG സർവകലാശാലയിൽ CPM നിയമിച്ച VC ആയിരുന്ന മോഹൻ ഗുരുക്കൾ ഈ പറയുന്ന രീതിയിലേക്ക് രാജൻ ഗുരുക്കൾ പറയുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ അക്കാഡമീഷ്യന്മാരും അക്കാഡമിക് ഇടങ്ങളും പൊതുവായി പറയുന്ന അഭിപ്രായമാണ്. ഇവിടെ അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി RSS ആണ്, സംഘപരിവാറാണ്, സംഘികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ കവലപ്രസംഗം നടത്തിയാൽ ഇത് പൊതുസമൂഹം കാണുന്നതുകൊണ്ടാണല്ലോ അഭിപ്രായം വന്നത്. ഗോകുൽ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അതായത് മോഹനൻ കുന്നുമേലിനെതിരെ മറ്റൊരിടത്തും പ്രതിഷേധം ഉണ്ടാകുന്നില്ല, കേരളയിൽ മാത്രമാണല്ലോ ഉണ്ടാകുന്നത്. അതിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അപ്പോൾ മോഹനൻ കുന്നുമേലിനെതിരെ കേരളയിൽ പ്രതിഷേധം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ നിയമനത്തിലെ പ്രശ്നം കൊണ്ടാണ്. ഏതാണ് തുടരെ താൽക്കാലിക VC ആയി മോഹനൻ കുന്നുമേലിന് ഇനി എന്റെ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ചാൻസലർക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നത് ആരാണ്? ചാൻസലർ പറയാണ് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അങ്ങ് ഇരുന്നോളൂ എന്ന്. അത് നിയമവിധേയമാണോ? അതല്ല എന്നാണ് 30-ാം തീയതിയിലെ സുപ്രീം കോടതി ഉത്തരവ് പറയുന്നത്. ഇനി ആദ്യഘട്ടത്തിലെ ചോദ്യം വിഷയത്തിൽ നിന്ന് മാറിയതാണ്. ഞാൻ ഗോകുലിനോട് ആദ്യം എന്താണ് ചോദിച്ചത്? കഴിഞ്ഞ തവണ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അനിൽകുമാർ ഈ കേസ് വിഡ്രോ ചെയ്യുന്നു, പെറ്റീഷൻ വിഡ്രോ ചെയ്യുന്നു. ആ സമയത്ത് VCയോട് എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം പ്രശ്നമുണ്ടെങ്കിലെന്ന്. അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ രജിസ്ട്രാറുടെ കാര്യത്തിൽ, അനിൽകുമാറിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കണമായിരുന്നല്ലോ VC. അത് ചെയ്തില്ല. അതെന്തുകൊണ്ടാണ്? അധികാരവുമായും VCക്ക് കയ്യിലുള്ള കൃത്യമായിട്ടുള്ള അധികാരം എന്തൊക്കെയാണെന്നുള്ളത് വൈസ് ചാൻസലർക്കും ചാൻസലർക്കും നല്ല ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് അതിനകത്ത് വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. ഇവിടെ വൈസ് ചാൻസലർ ഒരു തീരുമാനമെടുത്താൽ അത് എന്ത് ഗ്രൗണ്ടാണ്, എന്ത് നിയമമാണ് എന്നുള്ള നല്ല ബോധ്യം വൈസ് ചാൻസലർക്കുണ്ട്. ആ ബോധ്യമുള്ള കാലത്തോളം കോടതി കയറി നിരങ്ങേണ്ട ആവശ്യം വൈസ് ചാൻസലർക്കില്ല. ഈ ഉത്തരവുകൾ പുറപ്പെടുവിച്ച കോടതികൾക്കുമില്ലേ? കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉൾപ്പെടെ ഈ കേസുകളിൽ വിധി പറഞ്ഞപ്പോൾ ആ ബോധമില്ലാതെയാണോ?
കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കേസിൽ ഇപ്പൊ ഞാൻ വന്ന അഭിപ്രായം പറയേണ്ട അപ്പോൾ ആവശ്യം ഇത്രയും നേരം എന്താണ് പറഞ്ഞത്? കോടതി അഭിപ്രായം ഇത്രയും നേരം അപ്പോൾ ഗോകുൽ എന്താണ് പറഞ്ഞത്? ഇത്രയും നേരം ഗോകുൽ പറഞ്ഞത് കോടതിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ വൈസ് ചാൻസലറുടെ നിയമപരിജ്ഞാനവും നിയമത്തിൽ നിലകൊള്ളുന്ന അദ്ദേഹത്തിന്റെ നിലപാടുമാണ് പറഞ്ഞത്. അതെ, അപ്പോൾ ആ കേസിലാണ് അജ്ഞതയില്ല. അതെ, ആ കേസിലാണ് ഈ മെനിഞ്ഞാന്ന് 30-ാം തീയതി സുപ്രീം കോടതി പറഞ്ഞത്. ഇന്റർപ്രിട്ടേഷനും നിർവചനവും ഒന്നും അപ്പോൾ ഗോകുൽ പറയുന്ന അതേ കേസിലാണ് 30-ാം തീയതി സുപ്രീം കോടതി പറയുന്നത് താൽക്കാലിക വി സി നിയമനം അത് സർക്കാരിന്റെ കൂടി ഭാഗം കേട്ടുകൊണ്ടേ പാടുള്ളൂ എന്ന് ഗോകുൽ പറഞ്ഞത്. അപ്പോൾ ഗോകുൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഉറപ്പില്ലാത്ത ആളുകൾ ഇങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ ആ ഉറപ്പില്ലായ്മയുടെ പേരിലാണോ കോടതികളും ഉത്തരവിട്ടത്? കോടതിയുടെ ഉത്തരവിനെ കുറിച്ചൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഷിജു ഖാൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം ശരി, അത് പറയാൻ കഴിയില്ല ഗോകുൽ, അതുകൊണ്ടാണ് ഷിജു ഖാൻ. അപ്പോൾ ഈ നിലയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗോകുൽ പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അപ്രോപ്രിയേറ്റ് അതോറിറ്റി അപ്പോൾ വി സി സമീപിക്കാത്തത് കോടതികൾക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യം അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഗോകുലിന്റെ പക്ഷം. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മലയാളം യൂണിവേഴ്സിറ്റിയിലെ പിന്നെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള പ്രൊഫസർ CR പ്രസാദും അതോടൊപ്പം പിന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ട് പിന്നെ വൈസ് ചാൻസലറായി നിയമിക്കപ്പെട്ട പ്രൊഫസർ ബിജുകുമാറും രണ്ടുപേരും ഇവിടെ ശ്രീ ഗോകുൽ പറഞ്ഞത് ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ഭാഗമായിരുന്നു. ഇടതുപക്ഷ അധ്യാപക സംഘടനയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ഉള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ മറന്നു പോകരുത്, ഇന്ത്യയിലെയും ലോകത്തെയും ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ പണ്ഡിതർ ആണ് പ്രൊഫസർ പ്രസാദും അതോടൊപ്പം പ്രൊഫസർ ബിജുകുമാറും. ഈ രണ്ടുപേരെയും സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും പ്രമുഖരായ അധ്യാപകരെന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ടാണ് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ അവർ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും, പക്ഷേ അവരുടെ മേഖലയിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ തന്നെ പിന്നെ അക്വാട്ടിക് ഫിഷറീസ് പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന മേഖലകളിൽ സംഭാവന നൽകിയിട്ടുള്ള ലോകത്തെ വിവിധങ്ങളായ സർവകലാശാലകളിലെ റഫറൻസായി ഉപയോഗിക്കുന്ന വ്യക്തിത്വമാണ് ബിജുകുമാർ. അതോടൊപ്പം പ്രൊഫസർ CR പ്രസാദ് മലയാളത്തിലെ ഇന്ന് ഏറ്റവും പ്രമുഖനായിട്ടുള്ള അധ്യാപകൻ കൂടിയാണ്. സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ചാൻസലർ അത് അംഗീകരിച്ചുകൊണ്ട് അപ്പോയിൻമെൻറ്റ് നടത്തുമ്പോൾ ഞങ്ങൾ അക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് പറയുമല്ലോ. പക്ഷേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും സംഭവിച്ചത് എന്താ? ഈ രണ്ട് കേസുകളെ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തെ ആ ലിസ്റ്റിനെ പരിഗണിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ആ രണ്ടിടത്തേക്കും RSSൻ്റെ ആളുകളെ അവിടെ നിയോഗിക്കുകയാണ്. സിസാ തോമസിനെയും ശിവപ്രസാദിനെയും. അതിൽ നിയമമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പാസാക്കിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ടിലെ 10-ാം വകുപ്പ് കൃത്യമായി പറയുകയാണ്, ടെമ്പററി വൈസ് ചാൻസലറുടെ ആവശ്യകത വരുന്ന ഘട്ടത്തിൽ, പെർമനൻ്റ് വൈസ് ചാൻസലർ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം. APJ അബ്ദുൽ കലാം ആക്ട് പിന്നെ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ 7-ാം വകുപ്പ്, നേരത്തെ ഞാൻ 10-ാം വകുപ്പ് പറഞ്ഞ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്റ്റാണ്. അപ്പോൾ ആ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 7-ാം വകുപ്പ് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പാനലിൽ നിന്നായിരിക്കണം നിയമനം. വൈസ് ചാൻസലറുടെ ടെമ്പററി വേക്കൻസി വന്നാൽ നിയമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എങ്ങനെയാണ് ചാൻസലർക്ക് ഓവർ റൂൾ ചെയ്യാൻ പറ്റുക? ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം ഏതെങ്കിലും രാജ്യത്തെ നീതിപീഠങ്ങൾ റദ്ദാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിയമസഭ പാസാക്കുന്ന നിയമത്തെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അംഗീകരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവർണർക്ക് അനുവദിച്ചിരിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 200 വായിച്ചാൽ അറിയാം അങ്ങനെ എന്തെങ്കിലും സവിശേഷ അധികാരം അദ്ദേഹത്തിനുണ്ടോ? ഒരു അധികാരവും ഇല്ല. എന്ന് മാത്രമല്ല സുപ്രീം കോടതി തന്നെ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ക്യാബിനറ്റിൻ്റെ പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഭരണഘടനാ ചുമതലകൾക്ക് പുറമേ വരുന്ന വിഷയങ്ങളിൽ ക്യാബിനറ്റിൻ്റെ അഭിപ്രായത്തെയും ഉപദേശ നിർദ്ദേശങ്ങളെയും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് സുപ്രീം കോടതി വിധികളുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ BJP രാജ്യം ഭരിക്കുകയാണ്. നമ്മൾ അതെല്ലാം ചർച്ച ചെയ്യണം. ഇവിടെ നമ്മൾ മിനി ഡിജോ കാപ്പനെ കുറിച്ചും മോഹനൻ കുന്നുമേലിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേരള യൂണിവേഴ്സിറ്റി, ഇവർ പറഞ്ഞത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയൊക്കെ ഭീകര കേന്ദ്രങ്ങളാക്കുന്നു എന്നാണ്. പിന്നെ BJPയുടെ പ്രതിനിധി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ടെറർ കേന്ദ്രങ്ങളായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുവെന്ന് പിന്നെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹോം മിനിസ്ട്രിയുടെ ഏതെങ്കിലും ഉത്തരവുകളുണ്ടോ?
അല്ലെങ്കിൽ ഫോറിൻ മിനിസ്ട്രിയുടെ ഏതെങ്കിലും കണ്ടെത്തലുകളുണ്ടോ? ഭീകര കേന്ദ്രം എന്ന് യൂണിവേഴ്സിറ്റികളെ പരാമർശിക്കുമ്പോൾ അതിന് കയ്യിൽ എന്തെങ്കിലും രേഖകൾ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ പരിമിതിയായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുകയും രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യുകയും ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നിലപാടുകൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടോ? അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിദേശ മന്ത്രാലയവും ഒന്നും പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് BJPയുടെ പ്രതിനിധിയുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ വെളിപ്പാട് അകലെ കേരള സർവകലാശാലയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിങ്ങളുടെ SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ ആക്രമിച്ചതുൾപ്പെടെ ഈ ഇടത് ഭീകരതയുടെ ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റിന് പോലും SFI ജില്ലാ പ്രസിഡന്റിന് പോലും ഇവിടെ ആക്രമിക്കപ്പെടാതെ ക്യാമ്പസുകൾക്കകത്ത് കയറാൻ പറ്റുന്നില്ല. വേറൊരു കുറ്റം നിങ്ങളുടെ നേതാക്കന്മാർ കയറി യൂണിവേഴ്സിറ്റി ആക്രമിക്കുന്നു. SFIക്കാരും ആക്രമിക്കപ്പെടുന്നു, യൂണിവേഴ്സിറ്റി ആക്രമിക്കപ്പെടുന്നു. ഇതാണ് ഇടത് ഭീകരത നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അതും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് വർത്തമാനം. എനിക്കിപ്പോൾ പിന്നെ BJPയുടെ പ്രതിനിധി ആദ്യഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഭീകര കേന്ദ്രങ്ങളാക്കി താവളങ്ങളാക്കി മാറ്റുന്നു. അപ്പം ഞാൻ കരുതുന്നത് ഇപ്പോൾ ലഷ്കർ എ തൊയ്ബ, അതോടൊപ്പം ഹിസ്ബുൾ മുജാഹിദീൻ, അതോടൊപ്പം തീവ്ര വാദ സംഘടനകൾ, ഇങ്ങനെയൊക്കെയാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മളുള്ളത്. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കകത്തൊരു ഭീകരവാദ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റോ കേന്ദ്ര അന്വേഷണ ഏജൻസിയോ കണ്ടെത്തിയതായിട്ടുള്ള വിവരം എനിക്കില്ല. അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചത് BJPയുടെ നേതാവിൻ്റെ കയ്യിൽ ഇപ്രകാരമുള്ള ഏതെങ്കിലും രേഖ ഹോം മിനിസ്ട്രിയിൽ നിന്ന് നേരിട്ട് കൊടുക്കാൻ പ്രൊവിഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതൊക്കെ SFI നേതാക്കൾ തന്നെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അവിടെ അങ്ങനെ ഒരു സംഘർഷമോ ആക്രമണമോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ തെറ്റിദ്ധാരണ. നമ്മൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് മനോരമയുടെ റിപ്പോർട്ടുണ്ടെന്ന്. നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റികൾ ഭീകരകേന്ദ്രങ്ങളാക്കി മാറ്റുന്നു, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൻ്റെ റിപ്പോർട്ടുണ്ട്. അതല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി, വൈസ് ചാൻസലറുടെ അധികാരത്തെക്കുറിച്ച് BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ. അങ്ങനെ വസ്തുതാപരമായി അസിതയുടെ ചോദ്യത്തിന് വസ്തുതാപരമായി ഉത്തരം പറയണ്ടേ? ഞങ്ങൾ ഈ ഡിബേറ്റിൻ്റെ തുടക്കം മുതൽ പറയുന്നുണ്ടല്ലോ. എവിടെ 10:13 എവിടെയാണ് ഗോകുലെ? ഇത് വേണമെങ്കിൽ ക്യാമറ സൂം ചെയ്യാം. 10:13 എവിടെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം പിന്നെ വൈസ് ചാൻസലർ കൊടുക്കുന്നത്? വൈസ് ചാൻസലർ കൊടുക്കുന്നത് 10:13 എവിടെയാണ് പറയുന്നത്? അല്ലല്ല, നിൽക്ക്, ഞാനൊന്ന് പറയാം. ദയവീത് കേൾക്കൂ, ഞാൻ പറയാം. 10:13 കൃത്യമായി ഞാൻ പറയാം. If at any time except when the syndicate or the academic council is in session, the vice chancellor is satisfied that an emergency has arisen requiring him to take immediate action involving the exercise of any power vested in the syndicate or the academic council by or under the act, the vice chancellor or may take such action as he deems fit and shall at the next session of the syndicate or the academic council as the case may be report the action taken by him to that authority for such action is any may consider necessary. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി കേൾക്കൂ, ഞാൻ പറയാം. 10:14 പറയുന്നുണ്ട് എന്താ? സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ദ ഓർഡിനൻസസ് ദ വൈസ് ചാൻസലർ ഷോൾ ഹാവ് പവർ ടു അപ്പോയിന്റ്, സസ്പെൻഡ്, ഡിസ്മിസ് ഓർ അതർവൈസ് പണിഷ് എനി മെമ്പർ ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. 10:14 പറയുകയാണ്, subject to the provision of the statutes, the ordinance, the vice chancellor shall have power ഉണ്ട്. ഗോകുലെ പവർ ഉണ്ട്. ഞാൻ പറഞ്ഞത് 14 പവർ ഉണ്ട് ഗോകുലെ. 14 പവർ ഉണ്ട്. ആർക്കാ? വൈസ് ചാൻസലർ ഷോൾ ഹാവ് പവർ ടു അപ്പോയിന്റ്, സസ്പെൻഡ്, ഡിസ്മിസ് ഓർ അതർവൈസ് പണിഷ് എനി മെമ്പർ of the establishment of the university below the rank of deputy registrar. Deputy registrarന് താഴെ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ചെയ്യാം, സെക്ഷൻ ഓഫീസറെ ചെയ്യാം, അസിസ്റ്റന്റിനെ ചെയ്യാം. നിയമമുണ്ട്. 10:13 എന്താ പറയുന്നത്? 10:13 ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് പറയുന്നുണ്ടോ? 10:14 ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന് പറഞ്ഞതുപോലെ 10:13 രജിസ്ട്രാർ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം വന്നാൽ, അതായത് അടിയന്തര ഘട്ടം എന്താ? ജൂൺ 25 നടന്ന സംഭവത്തെ ജൂലൈ 2 സസ്പെൻഡ് ചെയ്യുന്നതാണോ എമർജൻസി? എമർജൻസിയുടെ ഡെഫിനിഷൻ അതാണോ? 7 ദിവസം കഴിഞ്ഞ് ഇനി സസ്പെൻഡ് ചെയ്തു എന്ന് കരുതുക. സസ്പെൻഡ് ചെയ്താൽ മോഹനൻ കുന്നുമേലിന് ആ സസ്പെൻഷൻ ഉത്തരവും പോക്കറ്റിലിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല.
സസ്പെൻഷൻ ഉത്തരവും ആ പോക്കറ്റിലിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. Vice Chancellor may take such action as he deems fit and shall at the next session of the syndicate or the academic council, as the case may be report the action taken by him to that authority for such action as it may consider necessary. Syndicate ആണ് അതിന്മേൽ തീരുമാനമെടുക്കുക. ഞങ്ങളുടെ അധികാരം അടിയന്തര സാഹചര്യത്തിൽ വൈസ് ചാൻസലർ എക്സർസൈസ് ചെയ്താൽ നെക്സ്റ്റ് സെഷനിൽ ആ തീരുമാനത്തെ സംബന്ധിച്ച് സിൻഡിക്കേറ്റാണ് അന്തിമ നിലപാട് സ്വീകരിക്കുക. സിൻഡിക്കേറ്റ് പറഞ്ഞു മോഹനൻ കുന്നുമേലിന്റെ ഉത്തരവ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് സിൻഡിക്കേറ്റ് പറഞ്ഞു. അതുകൊണ്ട് കോടതി പോയി. ഞാൻ അതുകൂടി പറയാം. അസിത, അങ്ങ് എനിക്ക് സമയം തരുവാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ തരാം ഷിജുഖാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷിജുഖാൻ ഈ പറഞ്ഞ വിഷയം അത് വളരെ ക്ലിയർ ആണ്. പക്ഷേ അതിൽ ഗോകുലിന് എന്തോ ഒരു സംശയമുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പറഞ്ഞു പോയാൽ ആ ഭാഗം അവസാനിപ്പിക്കാം. ഗോകുൽ, എന്താണ് അതിൽ സംശയം? ഒന്ന് പറയൂ. എത്ര ക്ലിയർ ആയിട്ടാണ് ഷിജുഖാൻ അത് വിശദീകരിക്കുന്നത്? ഗോകുൽ പറഞ്ഞതുപോലെ ഗോകുൽ പറഞ്ഞത് അടിയന്തര സാഹചര്യമാണല്ലോ. എമർജൻസി പവർ 1013 എമർജൻസി പവറിനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. എമർജൻസി പവർ ഉപയോഗിക്കുമ്പോ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് താഴെ അതിന്റെ അടുത്ത ഖണ്ഡികയിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിരുന്ന ഗവർണർ വരുന്ന പരിപാടി അലങ്കോലപ്പെടുമ്പോ ഇവിടെ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ വാറോലയുമായിട്ട് വന്ന ഉദ്ദേശിക്കുന്നത് 13ന്റെ അടുത്ത പാരഗ്രാഫിൽ അത് പറയുന്നു. അപ്പോൾ ഗോകുലിന്റെ ചോദ്യം എന്താണ്? ഗോകുലിന്റെ പ്രശ്നം ഈ എമർജൻസി പവർ എന്നതിലാണോ അതോ തൊട്ടടുത്ത പാരഗ്രാഫിൽ രജിസ്ട്രാറുടെ കാര്യം പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പാരഗ്രാഫിൽ രജിസ്ട്രാറുടെ കാര്യം പറയുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഇനി ആദ്യത്തെ പാരഗ്രാഫിലെ എമർജൻസി പവർ എന്നുള്ളതാണെങ്കിൽ ആ എമർജൻസി പവർ 7 ദിവസം അതാണല്ലോ, അതാണ് ടെക്നിക്കലി പ്രശ്നമെങ്കിൽ അതുമല്ല ആ 7 ദിവസത്തിന് മുൻപിന് നടപടി എടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം തീരുമാനിക്കേണ്ടത് ആരാണ്? സിൻഡിക്കേറ്റ് ആണ്. അതായത് തീരുമാനിച്ച സിൻഡിക്കേറ്റ് മെമ്പറാണ് പറയുന്നത് ഞങ്ങൾ ആ തീരുമാനത്തെ തള്ളിക്കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് ആ രജിസ്ട്രാർക്ക് തുടരാൻ? ഷിജു പറയൂ. അപ്പോൾ VC ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഷിജുഖാൻ വായിച്ചത്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതല്ലേ? ഷിജുഖാൻ പറയൂ. അതായത് നമ്മുടെ കേരളീയ BJPയുടെ പ്രതിനിധി മാത്രമല്ല, അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അദ്ദേഹം ശരിയായി അദ്ദേഹത്തിന്റെ നിലപാട് വെച്ച് കേരളത്തിലെ മീഡിയ പലരും ഈ 1013 എന്ന വകുപ്പ് കഴിഞ്ഞ് പിന്നെ 1014 ഉള്ളത് മറന്നുപോയി. 1014-ൽ രജിസ്ട്രാർ മുതലുള്ളവരെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ പിന്നെ മാറ്റി നിർത്താനോ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് എഴുതിയിരുന്നെങ്കിൽ ഗോകുലെ ഞങ്ങളുടെ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യണ്ട. അവിടെ കൃത്യമായും നിയമം അനുശാസിക്കുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളയാളെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂ. വ്യക്തമല്ലേ? അവിടെ രജിസ്ട്രാർ ഇല്ല, അവിടെ ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്ക് മാത്രമല്ല, ജോയിന്റ് രജിസ്ട്രാർ ഇല്ല. രജിസ്ട്രാർ മാത്രമല്ല, ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ജോയിന്റ് രജിസ്ട്രാർ VCക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് ഞാൻ അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെ അസിസ്റ്റന്റ് രജിസ്ട്രാറെ, സെക്ഷൻ ഓഫീസറെ, അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്യാം, നടപടിയെടുക്കാം. പക്ഷെ ഇവിടെ സിൻഡിക്കേറ്റിന് മാത്രമേ ഈ അധികാരമുള്ളൂ എന്ന് നമ്മൾ കാണണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, കോടതി അത് നെക്സ്റ്റ് സെഷനിൽ വേണം BJPയുടെ പ്രതിനിധി. നെക്സ്റ്റ് സെഷനിൽ ആ നടപടി സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ ആര് പ്രിസൈഡ് ചെയ്യുന്നതാണ്? ഞാൻ പറഞ്ഞില്ല, യൂണിവേഴ്സിറ്റി നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ടെന്നേ. ഇതൊക്കെ ഉണ്ടാക്കിയത് സംസ്ഥാന നിയമസഭയാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ ചെയർഡ് ബൈ ദ മീറ്റിംഗ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോ വൈസ് ചാൻസലർ, വൺ ഓഫ് ദ മെമ്പർ elected from the present members. ഒരാൾ ആരെങ്കിലും എന്നാ BJPയുടെ പ്രതിനിധി പറഞ്ഞത്. ആരെങ്കിലും എന്നാണ്. ആരെങ്കിലും അല്ല, വൺ ഓഫ് ദ മെമ്പർ ആയിരിക്കണം. എവിടെ? പ്രസന്റ് മെമ്പേഴ്സിൽ നിന്ന് ഒരാളായിരിക്കണം. പ്രൊഫസർ രാധാമണി അവിടെ ചെയർ ചെയ്തു. ആരാ പ്രൊഫസർ രാധാമണി? ആരെങ്കിലും ഒരാളാണോ? കേരള യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി വിഭാഗത്തിന്റെ HOD ആയിരുന്നു, സീനിയർ പ്രൊഫസർ എമിററ്റസ്. എന്ന് പറഞ്ഞാൽ സാധാരണ ചെയർ ചെയ്യുന്ന മോഹനൻ കുന്നുമേലിന്റെ യോഗ്യതയ്ക്ക് മുകളിൽ, അതാണ് എമിററ്റസ്. അദ്ദേഹത്തിന് പിന്നെ VC ആകാനുള്ള യോഗ്യതയില്ല എന്ന കേസ് വേറെ. അത് കേരള യൂണിവേഴ്സിറ്റി VC ആകാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലെന്നുള്ള കേസ് വേറെ. ഞാൻ ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്ക് മുകളിൽ നിയമപ്രകാരം യോഗ്യതയുള്ള പ്രൊഫസർ രാധാമണി ചെയർ ചെയ്ത മീറ്റിംഗാണ്. ഇനി ആ മീറ്റിംഗ് ഞങ്ങൾ ചെയർ ചെയ്തിട്ട് ആ കടലാസ് എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയോ? ഹൈക്കോടതിയിൽ
ആ രേഖകളൊക്കെ സമർപ്പിച്ചു ഗോകുലെ, ഹൈക്കോടതിയിൽ സമർപ്പിച്ചു, യൂണിവേഴ്സിറ്റിയുടെ അഭിപ്രായം അറിയിച്ചു. അനിൽകുമാർ, പ്രൊഫസർ അനിൽകുമാർ റിട്ട് ഹർജി അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ തിരിച്ചെടുത്തിരിക്കുന്നു, ഇവിടെ സിൻഡിക്കേറ്റ് എന്നെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഓർഡർ, എനിക്ക് തന്ന എന്നെ തിരിച്ചെടുത്ത ലെറ്റർ, ഇതെല്ലാം ഉണ്ടല്ലോ. കോടതിയുടെ മുന്നിലേക്ക് പോയി. കോടതി എന്തു പറഞ്ഞു? വൈസ് ചാൻസലറുടെ വക്കീൽ അവിടെ ഉണ്ടല്ലോ. കോടതി ഈ സസ്പെൻഷൻ അനിൽകുമാർ പുറത്ത് നിൽക്കണം എന്ന് കോടതി വിധി വന്നോ? അനിൽകുമാർ പുറത്ത് നിൽക്കണമെന്ന് കോടതി വിധി വന്നില്ലല്ലോ. അനിൽകുമാറിനെ തിരിച്ചെടുത്ത നിലപാടിന് അദ്ദേഹം റിട്ട് ഹർജി പിൻവലിക്കാനുള്ള അനുവാദത്തെ കോടതി അംഗീകരിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഹൈക്കോടതിക്ക് മുകളിലൊന്നും ഒരു വൈസ് ചാൻസലറും ഇല്ല, ഹൈക്കോടതിക്ക് മുകളിൽ ഒരു ചാൻസലറും ഇല്ല. ഞാൻ എല്ലാ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു, ഭരണഘടനയുടെ കാവലാളായ കോടതിക്ക് മുകളിലല്ല ചാൻസലർ. ഗവർണർ പൊസിഷൻ അല്ല ചാൻസലർ. ചാൻസലർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. ചാൻസലർ എന്ന് പറഞ്ഞാൽ നിയമം. ചാൻസലർ ഇവിടെ ഗവർണർ ആകണ്ടെന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായ നിയമം ആകില്ല. പിന്നെ BJP തീരുമാനിച്ച് ഈ നിയമങ്ങളെല്ലാം എടുത്ത് രാജ്ഭവന്റെ മേശയ്ക്കകത്തും രാഷ്ട്രപതി ഭവന്റെ ഷെൽഫിലും കയറ്റി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ നിയമം അംഗീകരിക്കാത്ത ഇതുവരെ. തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ ഇവർ പിടിച്ചു വെച്ചപ്പോൾ സുപ്രീം കോടതി BJPക്കെതിരായ കനത്ത പ്രഹരം കൊടുത്തു. ഈ പിടിച്ചു വയ്ക്കുന്ന നിലപാട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ രാഷ്ട്രപതിയായാലും ഇവിടെ ഗവർണറായാലും നിയമം കൃത്യസമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു. സമയം കൊടുത്തു. BJPയുടെ പറഞ്ഞത് ഇന്ത്യ ചരിത്രത്തിൽ പരമോന്നത നീതിപീഠത്തിന് പോലും നിങ്ങളുടെ രാജ്ഭവനുമേൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, കേരള സർവകലാശാലയിലും കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും RSSന്റെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ ചില ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ച് നിലപാടുകൾ സ്വീകരിച്ച ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ നിയമപ്രകാരം ആൻസറബിളാണ്. മറുപടി പറഞ്ഞിട്ട് പോകണം. മോനംകുന്നുമേലും സംഘപരിവാറും RSSും എഴുതി കൊടുക്കുന്നത് ചില ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ, ഉത്തരവൊക്കെ ഇറക്കിയാൽ, ഉത്തരവൊക്കെ എത്ര വേണേലും വീട്ടിലിറക്കി കൊടുക്കാം, കൂട്ടുകാർക്ക് ഇറക്കി കൊടുക്കാം, ബന്ധുക്കൾക്ക് ഇറക്കി കൊടുക്കാം. പക്ഷേ സർവകലാശാലയുടെ കോമ്പൗണ്ടിൽ നിയമങ്ങൾ, ചട്ടങ്ങൾ പാലിച്ചേ മതിയാകൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ജയചന്ദ്രൻ, ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രശ്നം നമ്മൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ തമാശയ്ക്ക് പറയും. അപ്പോൾ അങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു ആ 13ാമത്തെ സെക്ഷൻ്റെ ഏതോ ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് ഇവർക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ താഴേക്കുള്ള ബാക്കി കൂടിയുണ്ട്. ഈ എമർജൻസി സിറ്റുവേഷൻ എന്ന സംഗതിയെ അതിനുശേഷം അതെങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യമുണ്ട്, അതറിയില്ല. അതിനുശേഷം തൊട്ട് താഴെ 14 അതിൽ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. അവിടെയൊക്കെയാണ് ഈ പ്രശ്നം. ഇനി താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ കോടതിയുടെ പരിഗണനയിൽ എത്ര തവണ വന്നു? കേരള ഹൈക്കോടതിയിൽ ആദ്യം സിംഗിൾ ബെഞ്ചിന് മുൻപാകെ വന്നു, സർക്കാർ നിലപാട് ശരിവെക്കുന്നു കോടതി. ചാൻസലർ അപ്പീൽ പോകുന്നു ഡിവിഷൻ ബെഞ്ചിൽ, സർക്കാർ നിലപാട് ശരിവെക്കുന്നു ഡിവിഷൻ ബെഞ്ച്. സുപ്രീം കോടതിയിൽ പോകുന്നു, സർക്കാർ നിലപാട് ശരിവെക്കുന്നു സുപ്രീം കോടതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 മന്ത്രിമാർ ചാൻസലറെ കാണാൻ കൂടി പോയിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്, ശ്രീ M ജയചന്ദ്രൻ. അത് ഈ 1974 സർവകലാശാല, കേരള സർവകലാശാല ആക്ട് രൂപീകരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം, ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഒന്ന് നോക്കാൻ അവർ മെനക്കെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് എമർജൻസി സിറ്റുവേഷൻ 10-13 അതിൽ പറഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത 10-14 പറയുന്നുണ്ട്, അത് അപ് ടു ഡെപ്യൂട്ടി രജിസ്ട്രാർ വരെയല്ലേ ഉള്ളൂ. അതൊക്കെ അതിൽ ഈ 10-13 10-14 യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെ അധികാരം എന്താണ്, ഇതൊക്കെ ഉള്ളത് ആ സ്റ്റാറ്റ്യൂട്ടിലെ ആക്ടിലൊക്കെ വിശദമായി തീരുമാനമെടുത്താൽ തന്നെ അത് നെക്സ്റ്റ് സിൻഡിക്കേറ്റ് വരെയാണ്. ആ സിൻഡിക്കേറ്റിനെ കുറിച്ചാണ് ഷിജുഖാൻ ഇവിടെ വിശദീകരിച്ചത്. അതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം. അല്ല, അവർക്ക് ഇപ്പോഴും ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഗോകുൽ പറയുന്നത് കേട്ടില്ലേ, ആ സിൻഡിക്കേറ്റ് ആര് ചെയർ ചെയ്തു എന്നുള്ളതാണ്. മോഹൻ കുന്നുമ്മൽ ചെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. പക്ഷെ മോഹൻ കുന്നുമ്മൽ ചെയർ ചെയ്യണമെന്നല്ല, അതിൻ്റെ അകത്ത് വ്യക്തമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചർ ചെയർ ചെയ്യുന്ന ആ മീറ്റിങ്ങിൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റാതെയാണ്
ഒന്നും പറ്റാതെ വരുമ്പോൾ വീണ്ടും കൊണ്ടുവരുന്ന ആരെയാണ്? രാജൻ ഗുരുക്കളെ കൊണ്ടുവന്ന് ഇടുകയാണ്. രാജൻ ഗുരുക്കൾ പറഞ്ഞത്രേ സിൻഡിക്കേറ്റ് മഹാക്കുഴപ്പക്കാരുടെ താവളമാണെന്ന് പറഞ്ഞത്രേ. അദ്ദേഹം ഇപ്പോൾ പുതിയ ചരിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൂടെ വിശദീകരിക്കാൻ വരുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ രാജൻ ഗുരുക്കൾ പറഞ്ഞതാണോ ഹൈക്കോടതി പറഞ്ഞത്? അതാണോ പിന്നെ മുഖവിലേക്ക് എടുക്കുന്നതെങ്കിൽ ഹൈക്കോടതി എന്താണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്നുള്ളതാണല്ലോ നമ്മൾ ബേസിക് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ടതല്ലേ? എന്താണ് ഹൈക്കോടതി ഇക്കാര്യത്തിലുള്ള റിയാക്ഷൻ എന്താണ്, റെസ്പോൺസ് എന്താണ്, അവരുടെ പിന്നെ അഭിപ്രായങ്ങൾ ഏത് നിലയ്ക്കാണ് വന്നിട്ടുള്ളത്? അതിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നീക്കേണ്ടത്. രാജൻ ഗുരുക്കൾ പറയുന്ന പോലെയല്ലോ നീക്കേണ്ടത്. ഞാൻ നാളെ രാജൻ ഗുരുക്കൾ ചെയ്യുന്ന പോലെയാണ്, ഇന്നലെ രാജൻ ഗുരുക്കൾ പറഞ്ഞു അതുപോലെയാണ് ഞാൻ ചെയ്തതെന്ന് മോഹൻ കുന്നുമ്മൽ പോയി പറഞ്ഞു നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം ബസിത, ഈ പിന്നെ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഷിജുഖാൻ എന്ന് പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. ആ സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെ പോസ്റ്റ് ഉണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ പോസ്റ്റ് ഇല്ല. ആ പോസ്റ്റിലാണ് മിനി ഡിജോ കാപ്പനെ പ്രതിഷ്ഠിച്ചത്. എന്നിട്ടാണ് പിന്നീട് വേറൊരു രൂപത്തിലേക്ക് അവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് രജിസ്ട്രാർ ആക്കിയത്. എങ്ങനെ ആക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഇത് എന്തും ചെയ്യാം എന്ന് പറയും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മളൊരു സാങ്ക്ടിറ്റി കൽപ്പിക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിനൊക്കെ. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലാകെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സ്ഥാപനം എന്നുള്ളതിലേക്ക് ആ പവിത്രതയൊന്നും ഇല്ലെങ്കിൽ അത്തരക്കാരുടെ കിട്ടിയാൽ കുരങ്ങൻ്റെയിൽ പൂമാല കിട്ടുക എന്നൊക്കെ ആലങ്കാരികമായി പറയാമെങ്കിലും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഈ പ്രശ്നം വന്നപ്പോഴാണ്. അതാണ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതല്ല നില വരാൻ പോകുന്നതെന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ കേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാളെ വരാൻ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെയെ പുതിയ വിഷയങ്ങളുണ്ടാക്കി അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. ഈ പ്രശ്നങ്ങൾ പിന്നെ ചാൻസലർക്കും വൈസ് ചാൻസലർക്കും കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പിന്നെ ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി ഡിജോ കാപ്പന് കിട്ടില്ല എന്നുള്ളത് അവരെങ്കിലും മിനിമം മനസ്സിലാക്കണം. ആ ഇമ്മ്യൂണിറ്റി ഒന്നും മിനി ഡിജോ കാപ്പന് കിട്ടില്ല, ഒരു കാരണവശാലും കിട്ടാനും പോകുന്നില്ല. വൈസ് ചാൻസലർക്കും ഒക്കെ ഒരു പരിധിവരെ പല നിലയ്ക്കുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ട് എന്തിനാണ് ഇവരെ പോലുള്ള ആൾക്കാർ തുള്ളാൻ നടക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാവാത്ത കാര്യം. അത്ര ആ ഒരു നിലവാരത്തിൽ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. അതേക്കാളും മോശമായ പ്രവൃത്തിയാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കുകയാണിത്. ഈ ചെയ്യിപ്പിക്കുന്ന ആരാണ്? അതാണ് ഞാൻ പറഞ്ഞത്. MLA ഹോസ്റ്റലിൽ ഇരിക്കുന്നു, എക്സിക്യൂഷൻ സിൻഡിക്കേറ്റിലും പിന്നെ യൂണിവേഴ്സിറ്റിയിലും. അതാണല്ലോ നില വരുന്നത്. ഇതൊന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷപ്പെടുത്താനോ നന്നാക്കാനോ പുരോഗമന പാതയിലേക്ക് കൊണ്ടുവരാനോ ഉള്ളതല്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ചില പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, പച്ചയ്ക്ക് പറഞ്ഞാൽ പിന്നെ സംഘപരിവാർ രാഷ്ട്രീയം, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ BJP രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടെ വിതച്ച് കൊയ്യാൻ പറ്റുക, അത് ആ പൊളിറ്റിക്കൽ ഐഡിയോളജി നടപ്പിലാക്കാനുള്ള ടൂളായിട്ടാണ് മോഹൻ കുന്നുമ്മലും ഈ പറയുന്ന മിനി ഡിജോ കാപ്പനൊക്കെ ഇപ്പം മാറിയിരിക്കുന്നത്. അതിനെയാണ് ഹൈക്കോടതി ചെവിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. നാളെ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ശരി. അപ്പോൾ നിയമത്തെയും ചട്ടങ്ങളെയും ഒക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട് കേരളത്തിലെ ഉൾപ്പെടെ പരമോന്നത നീതിപീഠങ്ങൾ. നാളെയും അത് തുടരും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ ചേർന്ന 3 പേർക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.